പിന്നെ ഷഹറെ മുബാറക് ഉസ്താദ് കൂടെ ഉണ്ട്. ഉസ്താദ് പറയും എല്ലാവർക്കും സംശയം, അല്ല അതിന് തീയലുണ്ടോ അത് ഞങ്ങള് ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദെ കുറച്ച് ആളുകൾ കൂടി കാട് പരിശോധിച്ച് തീയലുണ്ടോ നോക്കുമ്പോ തീയലില്ല. നിങ്ങൾ ധൈര്യസമേതം പറഞ്ഞോളി. എല്ലാവർക്കും സംശയം, അല്ല അതിന് തീയലുണ്ടോ അത് ഞങ്ങൾ ഉസ്താദ് പരിശോധിച്ച്, ഞങ്ങൾ ഉസ്താദെ കുറച്ച് ആളുകൾ കൂടി കാട് പരിശോധിച്ച് തീയലുണ്ടോ നോക്കുമ്പോ തീയലില്ല. നിങ്ങൾ ധൈര്യസമേതം പറഞ്ഞോളി. അതിൽ നിങ്ങൾ ഏതാക്കണ്ട, പേടിച്ചൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞതിനെന്താ, നമ്മൾ ആദ്യമേ പറഞ്ഞതാ എന്ത്, ഈ സനദ് കഥ, നേരത്തെ സനദിന്റെ കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹാക്കിം അബൂ അബ്ദുല്ലാഹി നിസാബൂരി റഹ്മഹുല്ലാഹ് പറഞ്ഞു, വഇദാ ജാഅ ദിക്റുൽ ഫളാഇൽ, ഫളീലത്തുകളായ കാര്യം സംബന്ധിച്ചുള്ള പരാമർശം വന്നാൽ സഹൽന ഹാക്കഥ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ തസീലാക്കുക, പ്രശ്നാക്കൂല. വഇദാ ജാഅ ദിക്റു അഹ്കാമിൻ, ഹുക്കുമുകളെ സംബന്ധിച്ചുള്ള പരാമർശം വന്നാൽ ശദ്ദന ഹാക്കഥ, ഇങ്ങനെ നമ്മൾ കർശനമാക്കും. എന്താണ് അബൂ ഹാറ്റിം നിസാബൂരി പറഞ്ഞത്? ഒരു നല്ല കാര്യമാണ്, അത് അനുസരിച്ച് നിന്നാൽ നമുക്ക് കൂലി കിട്ടും. ഇങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ അവിടെ സനത് നോക്കേണ്ടതില്ല, അത് തസ്ഹീലാക്കുന്നത്. അവിടെ സനദിനെ കുറിച്ച് അന്വേഷണം നടത്തൂല. അതേ സ്ഥാനത്ത് അഹ്കാമ്, ഒരു കാര്യം ഹറാമാണ് അല്ലെങ്കിൽ ഹലാലാണ് എന്ന് കുറിക്കുന്ന ഒരു ഹദീസ് വന്നെങ്കിൽ അത് ഹറാമ ഹലാലിനെ കുറിക്കുന്നത് ഒരു ഹുക്കുമാണ്. ഒരു ഹുക്കുമ തീരുമാനിക്കാനുള്ള ഹദീസുകൾ ശക്തിയുള്ള ഹദീസായിരിക്കണം. അപ്പൊ നമ്മൾ ഇതിന്റെ സനത് പരിശോധിക്കും. ഇതാണ് നമ്മുടെ പ്രമാണം, ഇത് നമ്മുടെ ഉസൂലാണ്. അപ്പൊ നമ്മള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, റസൂലുള്ളാഹിനെ കൊണ്ട് ചേർക്കപ്പെട്ടൊരു മുടി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ടുള്ള തബറുക്ക് എടുക്കാം, ബറക്കത്തെടുക്കാം. അതിലൂടെ ഇവിടെ ഒരു ശറയ്യായ ഹുക്മ സ്ഥിരപ്പെടുത്തുന്ന വിഷയം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് സനദിന്റെ പ്രശ്നം വരുന്നില്ല. ഇപ്പൊ ഞാൻ ചെമ്മാട് നിൽക്കുമ്പോ അവിടെ കുട്ടികൾ ദർസിന്റെ ഒരു വാർഷികം നടത്തി. അപ്പൊ അവര് ഒരു സോവനീർ ഇറക്കിയിരുന്നു. ആ സോവനീർ ഇറക്കിയപ്പോ മമ്പറം തങ്ങളുടെ അടുത്ത സ്ഥലമില്ലേ ചെമ്മാട്, അല്ലെങ്കിൽ അവിടുത്തെ ഓരത്തല്ലേ നടക്കുന്നത്. മമ്പറം തങ്ങളെ സംബന്ധിച്ച് സോവനീറിൽ വലിയ നല്ലൊരു പഠനം ഉണ്ടാകണം. അപ്പൊ തങ്ങളുമായി ബന്ധപ്പെട്ട കുറെ ആധാറുകൾ അതിന്റെ അടുത്ത സ്ഥലത്തൊക്കെ ഉണ്ട് എന്നറിഞ്ഞപ്പോ അതൊക്കെ ഒന്ന് പോയി അന്വേഷണം നടത്തണം എന്നൊരു അഭിപ്രായം വന്നപ്പോ എന്നാ അതിന് ഞാനും പോരാറുണ്ട്. അങ്ങനെ ഞാനും പോയി. അതിന്റെ അടുത്ത പ്രദേശമാണ് മാടഞ്ചന. മാടഞ്ചന ചെന്നപ്പോ ആദ്യം പഴയ ആളുകളോട് ചോദിച്ചപ്പോ ചില വീട്ടിലൊക്കെ, ഒരു വീട്ടിൽ നോക്കുമ്പോ അവിടുത്തെ ചെരുപ്പുണ്ട്, വേറെ വീട്ടിൽ നോക്കുമ്പോ അവിടുത്തെ തലയെക്കെട്ടുണ്ട്, വേറെ നോക്കുമ്പോ കസേരണ്ട്, അവിടെ ഇരുന്ന കസേര, പഴയ കസേര. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ കാണാൻ പോയി. അപ്പൊ കസേര കാണാൻ ചെന്നപ്പോ ആ വീട്ടുകാരാണ് ഇത് കൊടുന്ന് വെച്ചെന്നു. വീട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാം. അവിടുന്ന് തുറന്നൊരു പ്രത്യേക റൂമാണ്. അവിടെ വലിയ മഹത്വത്തോടെ ബഹുമാനത്തോടെയൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നത്. ഹൈന്നുള്ള പെണ്ണുങ്ങളൊന്നും അതിലേക്ക് കയറൂല. അങ്ങനത്തെ ഒരു വീടാണ്, വേറെ ഒരു റൂമാണ്. അത് കൊടുന്ന് വെച്ചെന്നു. ഇതെന്നോട് പറഞ്ഞ ഉസ്താദ് വേണമെങ്കിൽ ഇരുന്നോളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇരിക്കണില്ല, അമ്പർത്ത പാപ്പ ഇരുന്ന കസേരല്ല, അവിടെ അമ്മക്ക് ഇരിക്കാൻ പറ്റൂല, ഇരുന്നില്ല. അപ്പൊ അയാളൊരു കഥ പറഞ്ഞു. ബഹുമാനപ്പെട്ട കുത്തുബി ഇവിടെ കാണാൻ വന്നു. അന്ന് എന്റെ ചെറുപ്പത്തിൽ എന്റെ വാപ്പുണ്ട്, വാപ്പയാണ് കസേര കൊടുന്നു വെച്ചത്. അപ്പൊ ഉസ്താദ് പറഞ്ഞ പോലെ കുത്തുബി പറഞ്ഞു, അവിടുന്ന് ഇരുന്ന സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റൂല, ഇരിക്കണില്ല. എന്നിട്ട് കുത്തുബി തന്നെ ആ ഇരിപ്പിടം ചുംബിച്ചു. അമ്പ്രത്തപ്പാപ്പ ഇരുന്ന ആ ഇരിപ്പിടം അവിടെ ചുംബിച്ചു. ശേഷം അവിടുന്ന് ഇരുന്നോടത്ത് ഞാൻ ഇരിക്കാനില്ലെങ്കിലും അതിന്റെ ഒരു ബറക്കത്ത് എനിക്കും കിട്ടാൻ ഞാൻ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഒന്ന് ഇരുന്ന് അപ്പൊ തന്നെ എഴുന്നേറ്റു. ഈ കഥ എന്നോട് പറഞ്ഞപ്പോ അപ്പൊ അതുപോലെ ഞാനും ഇത് ചെയ്തു. ഞാൻ പറയണത്, ഞാൻ ചെന്നപാട് എന്തെല്ലാം അന്വേഷിച്ച് ഇതിനെ സനതല്ല. ചെന്നൈക്ക് തന്നെ ഈ കസേര മൂപ്പര അമ്പർത്ത പാപ്പാന്റെ കാലത്തുള്ളതാ നിന്റെ സനതെന്താ? നിങ്ങൾക്ക് ഓടുന്നത് കിട്ടി, നിങ്ങളോട് ആരെന്ന് പറഞ്ഞു?
അയാളോട് ആരെ പറഞ്ഞു 200 കൊല്ലം മുമ്പായി സംഭവം, നമ്മൾ ചെയ്തില്ല, അത് ചെയ്യൂല, അത് ചെയ്യാനായിട്ട് ശൈലിപ്പെട്ടതുമല്ല. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ആസാറുകളുണ്ട്. ഈ നിലപാടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദും ഞാനും ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ സനതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചർബിത ശ്രവണം നടത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ ഒരു പക്ഷേ സൂലതമായി മാറും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മളെ അതുകൊണ്ട് നിൽക്കുന്നതിനൊരു തടസ്സമായി മാറും. അതുകൊണ്ട് നമ്മളതിന്റെ ചർച്ചക്കൊന്നും നിൽക്കണ്ട. ഇതാണ് നമ്മളെ ചർച്ച ചെയ്യാതിരുന്നത്. എന്നല്ലാതെ ഇവരതെന്താക്കി നേരെ ഉൾട്ടാക്കിയിട്ട് അതിന്റെ കാര്യത്തിൽ ഇവർക്കൊന്നും വിശ്വാസമില്ല. അല്ലെങ്കിൽ കുൽമുള പറയട്ടെ, അല്ലെങ്കിൽ സുലൈമാൻ മൗലവി പറയട്ടെ. അപ്പൊ ഞാൻ നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ വെറുതെ ഉസ്വാസ് ഉണ്ടാക്കുന്ന ആ ഉസ്വാസുകൊണ്ട് അവിടെ പെട്ടുപോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ സുരക്ഷിതമാക്കി തരട്ടെ. നമ്മളെ തശ്വീഷാക്കുന്ന, നമ്മുടെ ഈമാനിനെ ദുർബലമാക്കുന്ന പൈശാചികമായ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ബഹുമാനം തോന്നുന്നില്ല, അംഗീകാരം തോന്നുന്നില്ല, പോണ്ട, ബഹുമാനിക്കണ്ട, സ്നേഹിക്കണ്ട, അവിടെ വെള്ളം കുടിക്കാനും പോണ്ട, ഖലാസ്. പക്ഷേ ഇങ്ങനെയുള്ള പാരമ്പര്യത്തിൽ വന്ന് വിശ്വസ്തരെന്ന് പറയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് അതിനെ പരിഹസിക്കാനോ കുറ്റം പറയാനോ കളിയാക്കാനോ പാടില്ല. അത് നമ്മളെ ഈമാനിനെ ബാധിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോ വിശ്വാസമുള്ളവർ പോയാൽ മതി. അവർക്ക് അതിന്റെ എല്ലാ ഗുണവും കിട്ടും, ബറക്കത്ത് കിട്ടും, ആദരവുണ്ടാവും, ഒക്കെ ഉണ്ടാവും. വിശ്വാസമില്ലാത്തവര് പോകണ്ട, വെള്ളം കുടിക്കാൻ വേണ്ട, അംഗീകരിക്കണ്ട. പക്ഷേ കളിയാക്കാൻ, അവഹേളിക്കാൻ, പരിഹസിക്കാൻ, കുറ്റം പറയാൻ മുഅ്മിനീങ്ങൾക്ക് പാടില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെ പൂർവികരായ മുൻഗാമികൾ സമീപിച്ച രീതി, ഉലമാക്കളും മുൻഗാമികളും സമീപിച്ച രീതി ഈ പറഞ്ഞ പരീക്ഷണത്തിന്റെ രീതി അല്ല. അള്ളാഹുവിനെയും റസൂലിനെയും പരീക്ഷിക്കുക എന്നത് ഇബ്ലീസിന്റെ തരീഖാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത്. ഈസാ നബി അലൈഹിസ്സലാം സിയാഹത്തിന്റെ സമയത്ത് വലിയൊരു മലയുടെ മുകളിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല മസീഹ് തങ്ങളെ, എല്ലാം അള്ളാഹുവിന്റെ ഖളാഉം ഖദറും അനുസരിച്ച് മാത്രമേ വരൂ. അങ്ങനെയല്ല, അങ്ങനെ വരൂ. അള്ളാഹു ഖളാ ആക്കാത്ത, ഖദറാക്കാത്ത ഒരു കാര്യവും നടക്കൂലല്ലോ. ഇല്ല, നടക്കൂല. ഞങ്ങളൊരു കാര്യം ചെയ്യും, ഈ മലന്റെ മുകളിൽ കീപ്പട്ടാണ് ചാടി അള്ളങ്ങൾ മരിക്കാനും പരിക്കേൽക്കാനും ഖളാക്കിയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പറ്റും. ചാടിയാലും പറ്റും, ചാടിയില്ലാനും പറ്റും. ഇല്ല, അള്ളങ്ങൾക്കൊന്നും പറ്റാ ഖളാക്കിയിട്ടില്ല, ഒട്ടിക്കോളി. നിങ്ങൾ ഇവിടുന്നാണ് ചാടിയാൽ നിങ്ങൾക്ക് ഒരു വസ്തും പറ്റൂല. നിങ്ങളൊന്ന് ചാടിയാണിയാ. ഒരു പരീക്ഷണമാണിത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറനുസരിച്ച് എന്തും നടക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്നാൽ അതൊരു സംഭവം തന്നെയാണല്ലോ അത്. എന്നാ അതൊന്ന് പരീക്ഷിക്കുക. ചാടിയാണിയാണ്. എന്താ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്? ഈസാ നബിക്ക് ഈമാനില്ലേ? 100% ഈമാനില്ലേ? അള്ളാന്റെ ഖളാ ഇല്ലാത്ത നടക്കൂല. ഖളാ ഉണ്ടാകാതെ എന്താണ് നടക്കുന്നുണ്ട് ഈമാനില്ലേ? ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അർ-റബ്ബു ലാ യുഖ്തബറു, അള്ളാഹിനെ പരീക്ഷിക്കാൻ പറ്റൂല. അതിന് പറഞ്ഞോളൂ, അർ-റബ്ബു ലാ യുഖ്തബറു, അള്ളാഹുവിനെ, അത് അള്ളാഹിന്റെ അധികാര പരിധിയായി നമ്മൾ പരീക്ഷിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ പ്രത്യേകത ഉണ്ട് എന്നത് അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്ത പ്രത്യേകതയാണ്. അത് നമുക്ക് ബോധ്യമുണ്ട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ബോധ്യമുള്ള ഒരു സംഗതി പരീക്ഷിക്കാൻ പാടില്ല. നമുക്ക് നല്ലത് ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞ 2 മാർഗം. നമുക്കത് വിശ്വാസം ബോധ്യമുണ്ടെങ്കിൽ പോയി കാണുക, വെള്ളം കുടിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക. അതിന്റെ കൂടൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് ബോധ്യം വരുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പോകും വേണ്ട, കാണും വേണ്ട, അതിന്റെ വെള്ളം കുടിക്കും വേണ്ട. പക്ഷെ എന്ത് 3-ാം കക്ഷി പെടാൻ പാടില്ല. ഏതാ? കളിയാക്കുക, ആക്ഷേപിക്കുക, പരിഹസിക്കുക, അതിലെന്തായാലും പെടാൻ പാടില്ല. ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ ഓർക്കാതെ പറ്റില്ല. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് എന്നതുകൊണ്ട് വിരമാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഇതിനു നേരെ മൗനം അവലംബിക്കാൻ പറ്റില്ല. ഈ വിഷയം ഒന്ന് ഉണർത്തുക ഈ പരിപാടിയുടെ ഒരു ലക്ഷ്യമാണ്. അബദ്ധങ്ങൾ ഉണർത്തുക. അതിലെ ഒന്നാമത്തെ അബദ്ധം, തിരുനബിയുടെ ശേഷിപ്പും തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ പ്രശ്നം ദീൻ അല്ല.
ദീനീ കാര്യമല്ലാതെ. സനദ് വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ദീനീ കാര്യമല്ലാതെ നബി തങ്ങളുടെ തിരുമുടിയാണെങ്കിൽ അത് ബർക്കത്തെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതിൽ ഈ സമസ്തക്കാർക്ക് കുഴപ്പമില്ല, തർക്കല്ല. ഏപ്പി സമസ്തക്കാരല്ലെങ്കിൽ തന്നെ ബർക്കത്തെടുക്കാൻ പറ്റുന്നല്ലേ കൊണ്ടുവച്ചത്. അപ്പൊ രണ്ടു കൂട്ടർക്കും അതിൽ തർക്കമല്ലോ. അതാണ് ഈ വിഷയത്തിലെ ദീനീ മർമ്മം. ഇത് ദീനല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുടിയാണോ അല്ലേ, തിരുശേഷിപ്പുകൾ നബിയുടേതാണോ അല്ലേ, ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ സനദ് ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നതും ഇത് ദീനാണ് എന്ന് പറയുന്നതും ഈ കാര്യത്തിൽ വന്ന ഒന്നാം അബദ്ധമാണ്. രണ്ടാമത്തെ അബദ്ധം, തിരുമുടി പോലുള്ള നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ സനദുണ്ടെങ്കിൽ മാത്രമേ ആദരണീയമാവുകയുള്ളൂ, സനദുണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ബർക്കത്തെടുത്തൂടൂ, സനദില്ലെങ്കിൽ അത് തബറുക്കെടുക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നതും തെറ്റാവുന്നു, അബദ്ധമാണ്. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ തിരുശേഷിപ്പാണോ അല്ലേ എന്നത് സനദ് തെളിഞ്ഞെങ്കിൽ മാത്രമേ ആദരണീയമാകൂ, സനദ് തെളിഞ്ഞെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂ എന്ന് പറയുന്നതും ശരിയല്ല. അങ്ങനെ നിബന്ധനയില്ല. ഒരാൾക്ക് തനിക്കിത് ബർക്കത്തെടുക്കണമെങ്കിലും തനിക്കിത് നബിയുടെ തിരുശേഷിപ്പാണെന്ന് മനസ്സിലാക്കണമെങ്കിലും ഞാൻ സനദുണ്ടെങ്കിലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയാം. അത് അയാളുടെ സ്വന്തം കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ സനദുണ്ടെങ്കിലേ ബർക്കത്തെടുക്കാൻ പറ്റൂന്നോ, സനദുണ്ടെങ്കിൽ മാത്രമേ തിരു എന്ന് ചേർക്കാൻ പറ്റൂ എന്നോ പറയുന്നത് അബദ്ധമാകുന്നു. കാരണം നബി തങ്ങളുടെ തിരുശേഷിപ്പുകൾ എന്നത് സനദുണ്ടെങ്കിൽ മാത്രമേ സ്വീകാര്യമാകൂ, അല്ലെങ്കിൽ ബോഡി വേസ്റ്റ് വലിച്ചെറിയണമെന്ന് വല്ല പറയും പോലെ പറഞ്ഞാൽ പറ്റില്ല എന്ന് മാത്രവുമല്ല, ഇപ്പൊ സനദില്ലാത്തത് കൊണ്ട് അത് മുടിയല്ലെന്ന് തിരിഞ്ഞു എന്നാണ് കൊടുത്തുക വാദത്തിൽ. തിരുമുടി അല്ലെന്ന് തിരിഞ്ഞു. അവിടെ എപ്പം വാദം? സമസ്തയിൽ നിന്ന് വിട്ടു മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയപ്പോ. സമസ്തകാരുടെ ജമ്മിയ അങ്ങനെ തന്നെയാണല്ലോ, ഉലമയിൽ നിന്ന് വിഷയം മുഅല്ലിമീങ്ങൾക്ക് എത്തി. ജമ്മിയത്തിൽ മുഅല്ലിമീനിലെത്തിയപ്പോ, ഉലമയിൽ നിന്ന് മുഅല്ലിമീനിലെത്തിയപ്പോ അതിലുള്ളതും ഈ ഉലമാക്കളൊക്കെ തന്നെയാണ്. അതിരിക്കട്ടെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ. ആ മുഅല്ലിമീങ്ങളിലേക്ക് എത്തിയവൻ പറഞ്ഞ് ഇത് നബിയുടെ മുടിയല്ലെന്ന് തിരിഞ്ഞതുകൊണ്ട് മാപ്പ് പറയണം, തെറ്റു പറയണം എന്നാ. എങ്ങനെ തിരിഞ്ഞു? സനദില്ലാത്തോണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല. സനദുണ്ടെങ്കിൽ തിരുശേഷിപ്പുകളാവൂ എന്ന് പറഞ്ഞൂടാ. സനദുണ്ടെങ്കിൽ നന്നു, സനദുണ്ടെങ്കിൽ നന്നു, സനദുണ്ടെങ്കിലേ എനിക്ക് വിശ്വാസാകൂ, ഞാൻ ബർക്കത്തെടുക്കുള്ളൂ എന്നും പറയാം. സനദുണ്ടെങ്കിലേ നന്നുള്ളൂ എന്നും പറയാം. അങ്ങനെ കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കാം. ഇതാണ് മഹാനായ ഹാഫിദുൽ സഹബി തന്റെ സിയറു അഅലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെട്ടതാണ്. അത് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വേറെ ഒരു തൊഴിലും ഇല്ലാത്തവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കട്ടെ, ഞങ്ങൾക്കത് പ്രശ്നമില്ല. ഞങ്ങൾക്ക് തൊഴിൽ ഇവിടെ പ്രാവർത്തികമാക്കുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറയാനോ മറുപടി പറയാനോ ഒന്നും പോകാറില്ല. അത് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ടോ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമല്ലോ. അതല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അവർ പറയുന്നത് ശരിയല്ലാന്ന്. സാമ്പത്തിക ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? 35 വർഷമായി ഞങ്ങളിവിടെ ജനങ്ങളോട് ഡൊണേഷൻ പിരിച്ച് സംഭാവന പിരിച്ച് ഇവിടെ പ്രാക്ടിക്കലായി ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളും അതിനോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉറുപ്പിക പോലും തെറ്റായ നിലക്ക് സമ്പാദിച്ചു എന്ന് തെളിയിക്കാൻ ഒരു കക്ഷിക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയും ഇല്ല. പിന്നെ പറയുന്നവരുടെ നാട്ടിലൊക്കെ പോയി ഇരിക്കാൻ അതിന് മറുപടി പറയാനും ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ അതിനിട്ട് തുനിയുന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷേ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. കത്തിച്ചു നോക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങ് കത്തിച്ചു നോക്കി പരിശോധിക്കണമെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുമില്ല. പ്രവാചകന്റെ കാലത്തും അതിന് ശേഷവും അത് കത്തിച്ചു നോക്കിയല്ല, വിശ്വസ്തരായ ആളുകളിലൂടെ ലഭിച്ചു എന്നതാണ് അതിന്റെ രേഖ. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.
നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദയവായി പറയാനുള്ളത്, നമ്മളെ നല്ല പ്രവർത്തനത്തിന് നിങ്ങൾ സഹായിക്കുക. ഇവിടെ ഞങ്ങൾ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യം മുഴുവനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മതസ്ഥാപനങ്ങളും അതുപോലെ അവർക്ക് വീട് നിർമ്മാണം, കിണർ, വിദ്യാഭ്യാസം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ പോലെയുള്ള ആ വാർത്താ മാധ്യമങ്ങളുടെ, പത്രങ്ങളുടെ എല്ലാവരുടെ സഹായം കൊണ്ടാണ് അത് വിപുലീകരിച്ചിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ സഹായം അതിലേക്ക് ഉണ്ടാവണം. ഇനി ഒരു തർക്കത്തിലേക്ക് നമ്മുടെ ഒരു പ്രശ്നവും വലിച്ചെടുക്കാൻ പാടില്ലെന്നും അതിലേക്ക് ഞങ്ങളില്ല തർക്കത്തിലേക്ക് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി 100% ഉറപ്പുള്ളതാണ് ഞങ്ങളെ കൈവശത്തിലുള്ളത്. അത് കത്തിച്ചു നോക്കാൻ മാത്രം വിഡ്ഢിത്തത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അത് പാടില്ലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാഹുവിന്റെ റസൂലിനെ ഷെയറെ മുബാറക്കിനെ പറഞ്ഞു പോകരുത് കേട്ടോ. തീർച്ചയായും ഒരു ഖത്തീബിനെയും ഒരു തങ്ങളെയും ഒരു മുദരിസിനെയും അല്ലാഹു വിടൂല കേട്ടോ. സംശയിക്കേണ്ട കാര്യമില്ല, സംശയത്തിന് വയ്യില്ല. ചെറുപ്പക്കാരെ കുറ്റക്കെട് കളിച്ചു പോകരുത്, അല്ലാഹു പറയാത്ത വഴിയിലേക്ക് പോകരുത്, അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറഞ്ഞു പോകരുത്, ഷെഹ്റെ മുബാറക്കിനെ പറഞ്ഞു പോകരുത്. മക്കളെ കോലം മറിച്ചു കളഞ്ഞു കേട്ടോ. നഊദു ബില്ലാഹ്. മാമാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ. നാവ് വിത്തന പറഞ്ഞു പോകരുത്, ഒരു ഫസാദുണ്ടാക്കി പോകരുത്. തീർച്ചയായും അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഞാൻ വലിയ മൊയിലാറാണ്, ഞാൻ വലിയ ഖത്തീബാണ്. എടാ ഖത്തീബേ, നിനക്കെന്തറിയാം? നിനക്കെന്താണ് ഇതിൽ ഉള്ളത്? വളരെ സൂക്ഷിക്കണം കേട്ടോ. ഹബീബിനെ പറഞ്ഞു പോകരുത്, ഹബീബിന്റെ ഷെയറെ മുബാറക്കിനെ പറഞ്ഞു പോകരുത്. തീർച്ചയായും കണ്ണുള്ളവർക്ക് കാണകട്ടോ, സൂക്ഷിക്കണം. അതാ മക്കളെ, ചെറിയ ചെറുപ്പക്കാരനാണ്. റഹ്മാനായ റബ്ബേ, എന്താണ് മക്കളെ, അതാ ജമാഅത്തിന്റെ സെക്രട്ടറിയാണ് കേട്ടോ. ജമാഅത്തിന്റെ പ്രസിഡന്റാണ് പറഞ്ഞതുകൊണ്ടോ, അല്ല സെക്രട്ടറി എന്ന് പറഞ്ഞതുകൊണ്ടോ, അല്ല ഭാരവാഹി എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും ഇവിടെ രക്ഷപ്പെടൂല കേട്ടോ. അതാ ഷെറേ മുബാറക്കിനെ പറഞ്ഞതിന്റെ പേരിൽ ഒരാഴ്ച അതാ കോയിനെ എങ്ങനെ അറുത്തു അന്നലക്ക് പടച്ച് മരിച്ചതുപോലെ മരിച്ചു കഴിഞ്ഞു മക്കളെ, മരിച്ചു കഴിഞ്ഞു കേട്ടോ. ഉമ്മാമാരെ, നിങ്ങളൊന്നിന്റെ പിന്നിൽ പോകരുത് കേട്ടോ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളണം, വളരെ സൂക്ഷിച്ചു കൊള്ളണം മക്കളെ. ആഖിബത്ത് അല്ലാഹുവിന്റെ കയ്യിലാണ്. മരിക്കുന്ന സമയത്ത് മക്കളെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇത് കൂറത്തങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായും തങ്ങൾ എതിർപ്രവർത്തിച്ചാൽ തങ്ങളെയും അല്ലാഹു ശിക്ഷിക്കും, സംശയത്തിന് വയ്യില്ല. കൊണ്ട് വളരെ സൂക്ഷിക്കണം. എന്റെ സ്വന്തം ശരീരത്തിനോടും നിങ്ങളോടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നിന്റെ പിന്നിൽ പോകരുത് മക്കളെ. ചെറുപ്പക്കാരെ, നിങ്ങൾ ദീമുറിയെ പിടിച്ചുകൊള്ളണം കേട്ടോ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്, എന്നല്ലാതെ പാർട്ടികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചീത്ത പറയാനോ അല്ല ഹബീബിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ സയ്യിദന്മാരെ ചീത്ത പറയാനോ അല്ല ഉമ്മവാപ്പാമാരെ ചീത്ത പറയാനോ ഒന്നുമല്ല കേട്ടോ മക്കളെ. അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ്. വളരെ ആലോചിക്കണം കേട്ടോ. എന്താണ് മക്കളെ കാണുന്നത്? അതാ തെമ്മാടിത്തരം ചെയ്തതിന്റെ പേരിൽ അല്ലാഹുവിനെ ഭയപ്പെടാതെ എന്തും ചെയ്യാമെന്ന് തോന്നിയെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടവന് തന്നെയാണ് കേട്ടോ. ഉമ്മാമാരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊള്ളണം കേട്ടോ. ഒന്നിന്റെ പിന്നിലും നിങ്ങൾ പോകരുത്. ഒരു മക്കളെ ഹബീബിനൊപ്പം കുറ്റം പറയുന്ന ഒരു മുദരിസിന്റെ പിന്നിലും പോകരുത്, ഒരു തങ്ങളെ പിന്നിലും പോകരുത് മക്കളെ. ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. ഒരു ഖത്തീബും വരൂല, ഒരു മുദരിസും വരൂല, ഒരു തങ്ങളും വരൂല കേട്ടോ. അവരവരെ ഖബറിൽ അവർ തന്നെയാണ് കേട്ടോ. ഒന്ന് അല്പം ആലോചിക്കണം മക്കളെ.